ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കള എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. നമ്മളെ വീട്ടമ്മമാര് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണ്. അതുകൊണ്ട് തന്നെ അടുക്കള ക്ലീൻ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ഒരു ആശ്വാസമാവും അല്ലേ. അപ്പൊ നമ്മുടെ ആ ടിപ്സിലേക്ക് ഒന്ന് ഓടിച്ചെന്ന് കടന്നു നോക്കിയാലോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലീൻ യുവർ കിച്ചൺ കൗണ്ടർ ടോപ്പ്. അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയാൽ തന്നെ നമ്മുടെ അടുക്കള ക്ലീൻ ആയതുപോലെ തന്നെ ഉണ്ടാവും. കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അടുക്കളയിലെ ഓരോ ജോലി കഴിയുമ്പോഴും ഒന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ അപ്പൊ വന്നിട്ടുള്ള എല്ലാ പൊടികളും പൊട്ടുകളും അതിൽ കൂടി അങ്ങ് പൊക്കോളും. അങ്ങനെ എപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലീൻ വൈൽ യു കുക്ക്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തായാലും അവിടെ ഒരു പൊട്ടും പൊടിയൊക്കെ വീഴാണ്ടിരിക്കില്ലല്ലോ. അത് അപ്പൊ തന്നെ തൂത്ത് തുടച്ചങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലീനിങ് എന്ന ജോലി ഒഴിവാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റവിന്റെ ഭാഗത്ത് വെക്കാനായിട്ട് ചാൻസ് കൂടുതലാണല്ലേ. അപ്പൊ ആ ഭാഗത്ത് അത് വെച്ച ഉടനെ തന്നെ ക്ലീനാക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എളുപ്പമായി മാറും കേട്ടോ. അതുപോലെ തന്നെ ആ സമയത്ത് വരുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ അങ്ങ് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകൽ എന്ന ജോലി ഭാരം നമുക്ക് കുറഞ്ഞും കിട്ടും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂസ് എ ഗാർബേജ് ബൗൾ. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഒരു ഗാർബേജ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്ലീനിങ് ഈസി ആവും കേട്ടോ. ഇനി നമുക്ക് ആ ഗാർബേജ് ബോക്സിൽ ഉണ്ടാവുന്ന ആ വേസ്റ്റുകൾ ഒന്ന് കളയുക മാത്രമേ ഒരു ഡ്യൂട്ടി ആവുള്ളൂ. ഇത് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കാൻ കാരണമാവുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്യുക. അന്ന് പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെ നിൽക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് ധൃതി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അടുക്കള അലങ്കോലപ്പെടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എനിക്കൊക്കെ ധൃതി കൂടുന്ന സമയത്ത് ഞാൻ ഒരുപാട് പാത്രങ്ങൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എല്ലായിടത്തും മെനകേടായി കിടക്കുകയാണോ ചെയ്യാറ്. അതേസമയം അധികം ധൃതിയൊന്നും ഇല്ലാണ്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുക്കള നീറ്റ് ആയിട്ട് തന്നെയായിരിക്കും കൊണ്ടുപോവുക. ഇങ്ങനെ ധൃതി കൂടുന്ന സമയത്ത് നമ്മുടെ കൈതട്ടി ഓരോന്ന് നിലത്ത് വീഴാനായിട്ടും അതുപോലെ തന്നെ ആ നിലത്ത് വീണത് തുടച്ച് കളയാനൊക്കെ ആയിട്ടും പിന്നെ അതിനേക്കാളും ഇരട്ടി ടൈം ആയിരിക്കും എടുക്കുന്നത്. അതേസമയം ടൈം എടുത്ത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കാറില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കട്ടിങ്ങിനൊക്കെ വേണ്ടി എടുക്കുന്ന കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ കത്തികളെല്ലാം അപ്പോൾ തന്നെ അങ്ങ് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റ് ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല. അത് സിമ്പിളായിട്ട് തന്നെ നമുക്കത് കഴുകിയെടുക്കാനും സാധിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ടും സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകണം. അതിപ്പോ നിങ്ങൾ ഫുഡ് കഴിച്ച് തൊട്ട് പുറകെ ക്ലീൻ ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ നല്ല കൂളായിട്ട് തന്നെ എഴുന്നേക്കാൻ പറ്റും. അതേസമയം ഒരുപാട് പാത്രങ്ങളൊക്കെ സിങ്കി കിടക്കുന്നുണ്ട്, നമ്മുടെ കിച്ചണൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും തന്നെ ആകെ ഒരു അടുപ്പും ദേഷ്യവും ഒക്കെ വരുമല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ധാരാളം മസാല ബോക്സും അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഓരോരോ ബോക്സ് തുറന്ന് എടുക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ടൈം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാം അവിടെ കൊട്ടിയിടാനും എല്ലാം നിരത്തി വെക്കാനും കാരണമാവും അല്ലേ. ഇതിന് പകരം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പൊടികളാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒറ്റ ബോക്സിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ അത്രയും ടൈമും നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും നിരന്നിരിക്കുകയോ ഇല്ല. ഇത് നമുക്കൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടാൻ നോക്കണം. സിങ്ക് കഴുകാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു സ്ക്രബ്ബറോ ബ്രഷോ നമ്മൾ കരുതിയിരിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അതേപോലെ തന്നെ ഈ ഇറച്ചി മീനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ മണവും എല്ലാം പോയി നല്ലൊരു ഫ്രഷ്നെസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സിങ്ക് ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിന്റെ സൈഡിലായിട്ട് ഒരു മാറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും തെറിക്കാണ്ട് തന്നെ നമ്മുടെ അടുക്കള ക്ലീൻ ആയിട്ടിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റുകളെല്ലാം അന്ന് തന്നെ കളയണം. അധിക ദിവസത്തേക്ക് നമ്മുടെ വേസ്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ എപ്പോഴും ക്ലീൻ ആക്കി ഇടണം.
കുക്ക് ചെയ്ത് കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഏത് ക്ലീനിങ് കഴിഞ്ഞാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പെർഫ്യൂമിന്റെ മണമുള്ള ഒരു ലിക്വിഡും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലും നല്ലൊരു മണം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈച്ച അതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് തടയാനായിട്ട് നമുക്ക് കാരണമാകും. ഗ്യാസ് ക്ലീൻ ആക്കുന്നത് പോലെ തന്നെ നമ്മുടെ മിക്സിയും ഉപയോഗശേഷം അതുകൂടി ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സി ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് എൻ്റെ ഒരു കണ്ടെത്തലിലൂടെ ഞാൻ കണ്ടെത്തിയത്. ഇനിയും കൂടുതൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ആയിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറന്നുപോലെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.